നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വന്നത്. വിധി വന്നത്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരും മറ്റു പ്രതികൾ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തിയാണ് കോടതി വിധി പ്രസ്താവിച്ചത്. അതുകൊണ്ട് തന്നെ ദിലീപ് എന്ന ഗോപാലകൃഷ്ണൻ കുറ്റവിമുക്തനാക്കപ്പെടുകയും ചെയ്തു. വളരെ സുപ്രധാന വിധിയായിരുന്നു. സംസ്ഥാനം ഒട്ടാകെ ശ്രദ്ധിച്ച വിധി കൂടിയായിരുന്നു അത്. കഴിഞ്ഞ 8 വർഷമായിട്ട് നീണ്ട നിയമവ്യവഹാരം നടന്നുകൊണ്ടിരുന്ന കേസിനകത്താണ് അവസാനം വിധി വന്നിട്ടുള്ളത്. ഈ കേസിനെ കുറിച്ച് ഇപ്പോൾ വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട വിവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റിന് ഒരു ഊമക്കത്ത് കിട്ടുന്നോട്ടാണ്. ആ ഊമക്കത്തിനകത്ത് വിധി വരുന്നതിന് മുൻപെയാണ്, ഡിസംബർ 10-ാം തീയതിയാണ് വിധി വന്നത്. അതിനു മുൻപേ തന്നെ ആ ഊമക്കത്ത് ആ അഡ്വക്കേറ്റ് അസോസിയേഷന്റെ അധ്യക്ഷന് കിട്ടിയിരുന്നു. അതിനകത്ത് പറയുന്ന പോലെ തന്നെയാണ് പിന്നെ വിധി വന്നത്. വിധി നേരത്തെ ചോർന്നു വന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ആ ഊമക്കത്ത് വന്നത്. ആ ഊമക്കത്ത് അഡ്വക്കേറ്റ് അസോസിയേഷന്റെ അധ്യക്ഷന് മാത്രമല്ല, ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് കമാൽ പാഷയ്ക്കും ആ കത്ത് കിട്ടിയിരുന്നു. അത് മാത്രമല്ല, മറ്റു പലർക്കും കത്ത് കിട്ടിയെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അതിനെക്കുറിച്ച് അഡ്വക്കേറ്റ് അസോസിയേഷൻ അധ്യക്ഷൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകുകയും അതിന്റെ ഭാഗമായിട്ട് ഒരു കമ്മിറ്റി ഉപയോഗിക്കും. ആ കമ്മിറ്റി ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, കമാൽ പാഷയുടെ ഇന്നലത്തെ വെളിപ്പെടുത്തലൂടെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, ഒരാൾക്ക് മാത്രമല്ല കത്ത് അയച്ചെന്ന കാര്യത്തിൽ തീരുമാനമാവുകയും കമാൽ പാഷ ഞെട്ടിപ്പോയി എന്നാണ് ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുകയും ചെയ്തത്. എങ്ങനെയാണോ കത്ത് വന്നത് അതുപോലെ തന്നെ വിധി വന്നു എന്നാണ് കമാൽ പാഷ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗുരുതരമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് ആണ് ആ അന്വേഷണത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി വിജിലൻസ് വിംഗ് ആണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഗുരുതരമായ കാര്യമാണ്. പക്ഷെ ശ്രദ്ധേയമായ കാര്യം വെച്ചാൽ ആ കാര്യത്തിന് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കേസ് അന്വേഷണം നടത്തിപ്പോയപ്പോഴത്തേക്കും ഏകദേശം 33ഓളം പേർക്ക് കത്തയച്ചു എന്നാണ് മനസ്സിലാവുന്നത്. സ്പീഡ് പോസ്റ്റിലാണ് കത്തയച്ചത്. മാസ്ക് ധരിച്ച ഒരു വ്യക്തി എറണാകുളത്ത് നിന്ന് ആ കത്തയച്ചിരിക്കുകയാണ്. ഡിസംബർ 3-ാം തീയതി ഉച്ചയ്ക്ക് 1:42 ആ വ്യക്തി അവിടെ വന്ന് സ്പീഡ് പോസ്റ്റ് എറണാകുളത്ത് വന്ന് സ്പീഡ് പോസ്റ്റ് അയച്ചതെന്നാണ് പറയുന്നത്. പോസ്റ്റ് ഓഫീസിലേക്ക് വരുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഒരാഴ്ച മുമ്പേ ലഭിച്ച ഉമ്മക്കത്ത് അയച്ചത് എറണാകുളത്ത് നിന്ന് പോലീസിന്റെ കണ്ടെത്തൽ. എറണാകുളം പോലീസിന്റെ സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് കത്തയച്ചത്. കത്തയക്കാനെത്തിയ ആളുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സ്പീഡ് പോസ്റ്റ് ആയിട്ടാണ് ആ ഉമ്മക്കത്ത് അയച്ചിട്ടുള്ളത്. ഡിസംബർ 3-ാം തീയതി ഉച്ചയ്ക്ക് 1:42 മാസ്ക് ധരിച്ച് മുഖം മറച്ച ഒരാൾ പോസ്റ്റ് ഓഫീസിലേക്ക് എത്തുന്നതാണ് CCTV ദൃശ്യങ്ങളുള്ളത്. ഇയാൾ 33 സ്പീഡ് പോസ്റ്റ് കവറുകളാണ് അയച്ചിട്ടുള്ളത്. കത്തിന്റെ പുറത്ത് ഫ്രം അണ്ടർ സൈഡ് രാംകുമാർ എന്ന പേരാണ് നൽകിയിട്ടുള്ളത്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തി തനിക്ക് ലഭിച്ച ഉമ്മക്കത്ത് കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് യശ്വന്ത് ഷേണായ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. ഡിസംബർ 6-ാം തീയതിയാണ് ഷേണായ്ക്ക് കത്ത് ലഭിക്കുന്നത്. 8-ന് വിധി വന്ന ശേഷം ഈ കത്ത് അദ്ദേഹം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കൈമാറുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായ കാര്യമാണ്. അതിനകത്ത് എങ്ങനെ പറഞ്ഞ ആ കത്തിനകത്ത് എങ്ങനെയാണോ ആരോപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വിധി വന്നു എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഏറ്റവും ചിന്തിക്കേണ്ട കാര്യം, ഏറ്റവും സീരിയസ് ആയ കാര്യം. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും കള്ളക്കളി നടന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടത് കോടതിയുടെ ആവശ്യമാണ്. മാത്രമല്ല നിയമവ്യവസ്ഥ മര്യാദയ്ക്ക് നടക്കുന്നുണ്ടെന്ന് തെളിയിക്കേണ്ടത് ഹൈക്കോടതിയുടെ അത്യാവശ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമായിട്ടും വളരെ ഗുരുതരമായിട്ടുമാണ് ഈ കേസ് ഹൈക്കോടതി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കത്തിനകത്ത് നടിയെ ആക്രമിച്ച കേസിലെ ആദ്യ 6 പ്രതികൾ കുറ്റക്കാരാണെന്നും 7-ാം പ്രതി ചാർലി തോമസ്, 8-ാം പ്രതി ദിലീപ് എന്ന ഗോപാലകൃഷ്ണൻ അടക്കമുള്ള മറ്റു പ്രതികൾ കുറ്റവിമുക്തരാകുമെന്നും കത്തിൽ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. തനിക്ക് ഇതുപോലെ കത്ത് കിട്ടിയെന്ന് കമാൽ പാഷ വ്യക്തമാക്കിയിരുന്നു. ഡിസംബർ 4-ാം തീയതിയാണ് തനിക്ക് കത്ത് കിട്ടിയെന്ന് കമാൽ പാഷ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. അത് ഗുരുതരമായ കാര്യമാണ്. ഞെട്ടിപ്പോയെന്ന് കമാൽ പാഷ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സുപ്രധാനമായ രീതിയിൽ ആ വിധിയെക്കുറിച്ച് ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നെന്തായാലും ആ കേസിനകത്ത്, നടിയെ ആക്രമിച്ച കേസിനകത്ത് ശിക്ഷാവിധി വരാനിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഗുരുതരമായ മറ്റൊരു അന്വേഷണം സൈഡിൽ കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലെന്തെങ്കിലും കള്ളക്കളി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ദിലീപിന് വീണ്ടും തിരിച്ചടിയാവും. വളരെ ഗുരുതരമായ കാര്യമായിരിക്കും. എന്തൊക്കെയാലും കാര്യങ്ങൾ വളരെ ഗുരുതരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ അന്വേഷണം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനാണ് നേരിട്ട് പരാതി കിട്ടിയത്. അതുകൊണ്ട് തന്നെ നേരിട്ട് ജസ്റ്റിസിന്റെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്താണ് ഇപ്പോൾ പുതിയ CCTV ദൃശ്യം ലഭിച്ചിട്ടുള്ള 33ഓളം പേർക്ക് കത്തയച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്.